SSLC പരീക്ഷാഫലം മെയ് മാസം 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നേരത്തെ മെയ് 8-നായിരുന്നു തീയതി തീരുമാനിച്ചിരുന്നത്. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ മൂല്യനിർണ്ണയം നടത്തും എന്നാണ് അറിയുന്ന വിവരം. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അടുത്ത മാസം 25-നാണ് പ്രഖ്യാപിക്കുക. ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് 3-ാം വാരം SSLC പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തും. 3-ാം വാരം ഇല്ല, 2 ദിവസത്തെ വ്യത്യാസം വരും. 3-ാം വാരം, അതായത് പിന്നെ നമ്മുടെ ഗൾഫ് രാജ്യത്തെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഡേറ്റ് കുറച്ചൊക്കെ മാറിയത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അലക്സ്, എന്തുകൊണ്ടിങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ച മെയ് 8 എന്ന തീയതി മാറിയത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന വിശദീകരണം എന്താണ്? ഇതെല്ലാം കഴിഞ്ഞ തവണയൊക്കെ ഏപ്രിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ഈ സമയത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ മൂല്യനിർണ്ണയം ആരംഭിച്ചത്, ടാബുലേഷൻ ആരംഭിച്ചിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിലെ തിരക്ക്, ഒപ്പം UAE-യിലെ യുദ്ധ സാഹചര്യം, അവിടുത്തെ SSLC പരീക്ഷ റദ്ദ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് നിലനിന്നതുകൊണ്ട് തന്നെ ടാബുലേഷൻ വൈകി. അതായത് ഇന്ന് മുതലാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത്. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ ആയിരിക്കും ടാബുലേഷൻ നടപടികൾ നടക്കുക. സംസ്ഥാനത്ത് 72 ക്യാമ്പുകളിൽ മൂല്യനിർണ്ണയം നടക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ചിരുന്നത് മെയ് 8-ന് ഫലപ്രഖ്യാപനം നടത്താം. SSLC ഫലം മെയ് 8-ന് പ്രഖ്യാപിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിൽ ചെറിയ മാറ്റം വരുന്നു. മെയ് 3-ാം വാരമാകും എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. SSLC പരീക്ഷാഫലം മെയ് 3-ാം വാരത്തോടു കൂടിയായിരിക്കും അറിയുക. ആ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് പ്രഖ്യാപിക്കാനാണ് നിലവിൽ ആലോചിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെയും ടാബുലേഷൻ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ ചൂടുമായി ബന്ധപ്പെട്ടാണ്. അതായത് അവധിക്കാലമാണ്. അവധിക്കാലത്ത് ചില മാനേജ്മെന്റ് സ്കൂളുകൾ അവധിക്കാല ക്ലാസുകൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൊഴിൽ വകുപ്പ് പോലും ഇത്തരത്തിൽ ചൂട് പരിഗണിച്ച് തൊഴിലാളികൾക്ക് ഇളവ് നൽകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സ്കൂളുകൾ ഇത്തരം നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് ചില ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക സമിതി ആ പരാതികൾ പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും നേരത്തെ അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് അധികം സമയം എടുത്തായിരിക്കും ഈ SSLC +2 പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. പക്ഷേ ഇതിനോടകം തന്നെ വെക്കേഷൻ തുടങ്ങിയിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. പ്രവേശനോത്സവം ജൂൺ 1-ന് തന്നെയാണ് എന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂൺ 1-ന് സ്കൂൾ തുറക്കും, മധ്യവേനലവധിക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.